അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് മസ്റ്റാ കേട്ടോ. ഈ ഒരു ട്രിക്കിന് പിൻട്രസ്റ്റും ക്യാൻവയും ഒരു പ്രിന്റിംഗ് ഷോപ്പ് മാത്രം മതി. ഈ 3 കളർ പ്രിന്റ് എനിക്ക് 45 റുപ്പീസിനാട്ടോ കിട്ടിയത്. അതായത് ഒരു പീസിന് 15 റുപ്പീസ്. പിന്നെ സ്റ്റിക്കർ പ്രിന്റ് വേണ്ട ഒരു ഫ്ലെക്സിന്റെ കടയിൽ പോയാൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കളർ പ്രിന്റ് ആണ് എടുത്തത്. കളർ പ്രിന്റ് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അതെടുത്തത്. സ്റ്റിക്കർ പ്രിന്റിന് കുറച്ച് പൈസ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പിൻട്രസ്റ്റ് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആക്കുക. പിന്നെ ഉള്ളത് ക്യാൻവയുടെ പണിയാണ്. അപ്പോൾ നല്ല സ്റ്റിക്കേഴ്സ് ഒക്കെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടണമെങ്കിൽ പ്രിന്റബിൾ സ്റ്റിക്കേഴ്സിന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ജേർണൽ സ്റ്റിക്കേഴ്സിനൊക്കെ പറ്റിയ ആ ഒരു തീമിൽ വരുന്ന സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ ജേർണൽ തീമഡ് സ്റ്റിക്കേഴ്സ് പ്രിന്റബിൾ അടിച്ചു കൊടുത്താൽ മതി. അതായത് സെർച്ച് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത്രേ ഉള്ളു പണി. ഇനി നമ്മുടെ പണി ക്യാൻവ എന്ന് പറഞ്ഞ ആ ഒരു ആപ്പിനാണ്. ആദ്യം തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് മുകളിൽ സെർച്ച് ബട്ടൺ ഉണ്ടാവും, അതായത് സെർച്ച് ബാർ ഉണ്ടാവും. ആ സെർച്ച് ബാറിന്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് A3 സൈസ് ബ്ലാങ്ക് പേജ് എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ A3 സൈസ് പേജ് ബ്ലാങ്ക് എന്ന് കാണിക്കും. പക്ഷെ അങ്ങനെ കൊടുത്താൽ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് വരൂല. സൈഡിൽ ബോർഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അവിടെ കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ബ്ലാങ്കിലെ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സൈഡിൽ ക്യാമറ റോൾ അല്ലെങ്കിൽ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഇവിടെ വരുന്നത് ഗാലറിയാണ്. അപ്പോൾ ഗാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് ചൂസ് ചെയ്യുക. അവിടെ തന്നെ കുറേ ഫോട്ടോസ് ഉണ്ടാവും. അല്ല, നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ഡൗൺലോഡിൻ്റെ ഷെയറിൻ്റെ പോലത്തെ ഒരു ബട്ടൺ ഉണ്ടാവും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഡൗൺലോഡിൻ്റെ ബട്ടണാണ്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ വേറെ ഡൗൺലോഡ് ഉണ്ടാവും. ആ ഡൗൺലോഡ് ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെയും ഡൗൺലോഡ് ഉണ്ടാവും. ആ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡൗൺലോഡ് ആവണ വരെ വെയിറ്റ് ചെയ്യണം. ഇനി ചെയ്യാനുള്ള പരിപാടി സിമ്പിൾ. ഒരു പ്രിന്റിംഗ് ഷോപ്പിലോട്ട് പോവാ. A3 സൈസിൽ വരുന്ന ഒരു കളർ പ്രിന്റ് എടുത്ത് തരുമോന്ന് ഷോപ്പ് വർക്കറിനോട് ചോദിച്ചാൽ മതി. ഓര് അങ്ങനെ എടുത്തു തരും. അപ്പോൾ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.